മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു ദിവസം നമ്മൾ എന്തുമാത്രമാണല്ലേ സംസാരിക്കാറുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാറുള്ളത്? ആരോടൊക്കെയാണ് സംസാരിക്കാറുള്ളത്? നമ്മുടെ അനുദിന ജീവിതത്തിലെ സംസാരങ്ങളിൽ, വാക്കുകളിൽ ആർക്കെങ്കിലുമൊക്കെ സൗഖ്യം ലഭിച്ചിട്ടുണ്ടോ? സന്തോഷം ലഭിച്ചിട്ടുണ്ടോ? പ്രത്യാശ ലഭിച്ചിട്ടുണ്ടോ? വാക്ക് അത് എത്രമേൽ ചെറുതാണെങ്കിലും അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ശക്തി എത്രമാത്രമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വചന വായനകളിലൂടെ ഈശോ നമ്മോട് പറയണത് അവൻ്റെ വചനം, വാക്ക് എത്രമേൽ ശക്തിയുള്ളതാണെന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന മരിച്ചവർ ജീവനിലേക്ക് തിരിച്ചു വരും. ഇത് ഈശോ വെറുതെ പറയണതല്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുമ്പുള്ള സംഭവം, 38 വർഷം ബെത്സയിദ കുളക്കരയിൽ തളർവാദ രോഗിയായി കിടന്ന മനുഷ്യൻ്റെ അടുത്ത് ഈശോ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നതും നടക്കുന്നതുമാണ് കാണുന്നത്. വീണ്ടും മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസമായിട്ടും ആ ലാസറിനോട് ഈശോ ലാസറെ പുറത്തു വരൂ എന്ന് പറയുമ്പോൾ മരിച്ചവൻ ജീവനോടെ പുറത്തു വരുന്നതാണ് കാണുന്നത്. സ്നേഹം നിറഞ്ഞവരെ, വാക്ക് ജീവദായകമാണ്, സൗഖ്യദായകമാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രളയത്തിന് ശേഷം നോഹയും അവൻ്റെ സന്തതികളുമായി ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഇനിമേലിൽ പ്രളയമയച്ച് ഞാനും ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഇതിൻ്റെ അടയാളമായി ദൈവം ആകാശത്ത് ഒരു ഇന്ദ്രധനുസ്സിനെ സ്ഥാപിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇതൊരു ഉറപ്പാണ്. ദൈവം സംരക്ഷിക്കുന്നവനാണ്, ജീവനെ രക്ഷിക്കുന്നവനാണ് എന്നൊരു ഉറപ്പ്. മനുഷ്യൻ പാപത്തിൽ എത്രമാത്രം വീണുപോയാലും അവൻ്റെ വാക്ക് എന്ന് പറയുന്നത് മനുഷ്യനെ ശിക്ഷിക്കാനല്ല, മറിച്ച് രക്ഷിക്കാനുള്ളതാണ്. 107 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ വചനമയച്ച് അവൻ അവരെ സൗഖ്യപ്പെടുത്തും. അവൻ മരുന്നല്ല കൊടുക്കണത്, വൈദ്യനല്ല കൊടുക്കണത്, മറിച്ച് അവൻ്റെ വചനമാണ് നൽകി സൗഖ്യമാക്കുന്നത്. വചനം, വാക്ക് സൗഖ്യദായകമാണ്. ഇതിനെ തന്നെ വിശുദ്ധീകരിക്കുന്ന പൗലോസ് ശ്ലീഹ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷയില്ല. ആത്മാവിൻ്റെ നിയമം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. ശ്ലീഹ വീണ്ടും പറയുകയാണ്, നിന്റെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും യേശുക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ, അവൻ്റെ വചനം നിന്നിലുണ്ടെങ്കിൽ നിങ്ങൾ ജീവനുള്ളതായിത്തീരും. സ്നേഹം നിറഞ്ഞവരെ, വാക്ക് ജീവദായകമാണ്, സൗഖ്യദായകമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ സംസാരങ്ങളിൽ നല്ല വാക്കുകൾ ഉപയോഗിക്കാം. അത് മറ്റുള്ളവർക്ക് ആശ്വാസം പകരട്ടെ, സന്തോഷം പകരട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അമോറിസ് ലെത്തിസിയ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ 3 വാക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്: സോറി, താങ്ക് യു, പ്ലീസ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, സംസാരത്തിൽ ഈ 3 വാക്കുകളെയും നമുക്ക് ഉപയോഗിക്കാം. ശത്രുതയുടെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ എല്ലാ മതിലുകളെയും ഈ വാക്കുകൾ തകർത്ത് കളയട്ടെ. വാക്ക് ജീവദായകമാണ്, സൗഖ്യദായകമാണ്. ആമേൻ.